ഈ നാടിന്റെ മതനിരപേക്ഷത നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കുകയും ചെയ്തൊരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെ ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയുക മോശപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ബഹുമാനോട് മുഖ്യമന്ത്രി അത് ചെയ്തു, BJP സംസ്ഥാന പ്രസിഡന്റും അതേ വാചകങ്ങളാണ് ഉദ്ധരിച്ചത്. രണ്ടുപേരും കോപ്പി പേസ്റ്റ് ചെയ്ത പ്രസ്താവനയാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തത്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ് വാസ്തവത്തിൽ പറ്റിയത്. കാരണം 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി വാസ്തവത്തിൽ സന്തോഷിക്കണ്ടേ? പാണക്കാട് കുടുംബം തങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ഒരു സൗഹാർദ്ദപൂർണമായിട്ടുള്ള നിലപാടിൽ, ആ സ്വീകരണത്തിൽ വാസ്തവത്തിൽ ഒരു മലയാളികളുടെ മുഖ്യമന്ത്രി നിലയ്ക്ക് അദ്ദേഹം സന്തോഷിക്കല്ലേ വേണ്ടത്? അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു സാമൂഹ്യ സമരസതയുടെ, ഒരു സൗഹാർദ്ദത്തിന്റെ, ഒരു മതേതരത്വത്തിന്റെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മീറ്റിങ്ങിനെ എന്തിനാണ് ഇത്ര മോശമാക്കി കാണുന്നത്? പാണക്കാട് തങ്ങൾ കുടുംബം, കുടപ്പനക്കൽ തറവാടും അവർ കേവലം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലീഡർ മാത്രമല്ല, അവർ കേരളത്തിലെ വലിയൊരു സമൂഹത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ ആധ്യാത്മിക ലീഡർഷിപ്പ് കൂടി അവർക്കുണ്ട്. മാത്രമല്ല അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ഈ കേരളത്തിനെ ഇന്നത്തെ കാണുന്ന കേരളമായി നിലനിർത്തുന്നതിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തി നശിപ്പിക്കപ്പെട്ട കാലത്ത് അവിടേക്ക് എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ അന്നത്തെ പാണക്കാട് ശിഹാബലി തങ്ങൾ കടന്നു വരികയും അദ്ദേഹം അവിടെ ഒരു സമാധാനദൂതനായി കടന്നു വരികയും അവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ഇടപെടൽ എത്ര പെട്ടെന്നാണ് ആ പ്രശ്നത്തെ ലഘൂകരിച്ചതും സമാധാനപരമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം. അപ്പൊ അതിനെയൊക്കെ എല്ലാ കാലത്തും എല്ലാവരും അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാണുന്നത് എന്റെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം അവിടുത്തെ MLA, മണ്ണാർക്കാട് MLA ഷംസുദ്ദീനും, പെരുന്നോൺ MLA നജീബ് കാന്തപുരം, PK ഫിറോസ് അടക്കമുള്ളവർ, മഞ്ചേരി MLA അടക്കം എല്ലാവരും, രാജ്യസഭാ അംഗം ഹാരിസ് ഉൾപ്പെടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അവർ വന്നിട്ട് സ്വീകരണമൊക്കെ വലിയ സ്വീകരണമാണ് തന്നത്. പക്ഷെ നമുക്ക് വലിയ എന്താ പറയുക ആശ്വാസമായിരുന്നു അത്. അവരെ പോയി കണ്ട സമയത്ത് അവർ തന്നിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു BJP ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി CPM ഒക്കെ ശ്രമിക്കും. അപ്പൊ ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ കിട്ടിയിട്ട് സ്വീകരണം.